എന്താ ഗുരു പറഞ്ഞത്? കരുണാവാൻ നബി, മണിമുത്തുരത്നമോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവങ്ങളെ പഠിച്ച് കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം നവോത്ഥാന നായകനും ചരിത്ര പുരുഷനുമായ ഗുരു പറഞ്ഞു, കരുണാവാൻ നബി, മണിമുത്തുരത്നമോ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസപരമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രവാചകനും ഗുരുവുമെല്ലാം ഉയർത്തിപ്പിടിച്ചത് മനുഷ്യ സാഹോദര്യം എന്ന ആശയമാണ്. മനുഷ്യരെല്ലാവരും ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണെന്ന ആശയമാണ്. ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അഹ്മറ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വ. ഒരു അറബിക്കും അനറബിയേക്കാൾ യാതൊരു മഹത്വവുമില്ലെന്ന് അറബിയായ പ്രവാചകൻ പറഞ്ഞു. ഒരു അനറബിക്കും അറബിയേക്കാൾ യാതൊരു മഹത്വവുമില്ല. ഒരു ചുവന്നവനും കറുത്തവനേക്കാളോ ഒരു കറുത്തവനും ചുവന്നവനേക്കാളോ യാതൊരു മഹത്വവുമില്ല. മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത് അല്ലാഹുവോടുള്ള അവരുടെ സമീപനം എപ്രകാരമാണോ അയാളുടെ തഖ്വയനുസരിച്ചാണ്. മനുഷ്യർ ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണെന്ന ഈ ആശയം തന്നെയാണ് ഗുരുവും ലോകത്തോട് പറഞ്ഞത്. ജാതിഭേദം, മതദ്വേഷം ഏതുമല്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. പ്രവാചക ദൗത്യമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ മറ്റൊരു കാര്യം, എന്തിനാണ് ഈ പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്? മനുഷ്യരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ഭാരങ്ങളെയും വിലങ്ങുകളെയും അവരിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി നിയുക്തനായ പ്രവാചകനാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉച്ചനീചത്വങ്ങൾ, തൊട്ടുകൂടായ്മ, അതുപോലെ വിവേചനങ്ങൾ, ജാതി വിവേചനങ്ങൾ, തീണ്ടൽ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവും മനുഷ്യരുടെ ചെങ്ങലകൾ അഴിക്കുകയും മനുഷ്യ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രരാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയുമായിരുന്നു. സമാനതകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. വ്യത്യാസങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സമാനതകൾ മനസ്സിലാക്കാനുള്ള ശ്രമവും നമ്മിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. വായിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായത്. അൽ ഹിക്മത്തു ദാല്ലത്തുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ധനമാണ് വിജ്ഞാനം. അതുകൊണ്ട് വിജ്ഞാനം നേടാൻ നിങ്ങൾ പണിയെടുക്കണേ എന്നാണ് പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചതെങ്കിൽ സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന വലിയൊരാശയം ഗുരുവും ലോകത്തിന് പകർന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കാണെന്നും ശ്രീനാരായണ ഗുരു വ്യക്തമാക്കി. സഹോദരങ്ങളെ, പ്രവാചക വഴിയും പരിഷ്കർത്താക്കളുടെ വഴിയും അത് രണ്ടും നവോത്ഥാനത്തിന്റെ വഴിയായിരുന്നു. ഈ രണ്ട് വഴികളും ഏറെ ചേർച്ചയുള്ള വഴികളാണ്. വിശ്വാസ ദർശനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന മൗലികമായ ആശയം അംഗീകരിച്ചുകൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടും ലോകത്തോട് നമ്മൾ ഈ ആശയം പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. മനുഷ്യരെല്ലാവരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന നിലയ്ക്ക് ഈ നവോത്ഥാന നായകരെയെല്ലാം ഒരുമിച്ച് പഠിക്കാൻ നമുക്ക് സാധ്യമാവണം. മഹാത്മാ അയ്യങ്കാളി പോരാടിയതും സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയായിരുന്നു എന്നുള്ളതാണ്. വില്ലുവണ്ടി സമരം നടത്തിക്കൊണ്ട് അധസ്ഥിത വിഭാഗങ്ങളുടെ ആത്മാഭിമാനം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ ഞങ്ങൾ പണിയെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു കർഷക സമരം അദ്ദേഹം നയിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ചരിത്രപരമായ ഒരു കർഷക സമരത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. അധസ്ഥിത വിഭാഗങ്ങൾക്ക് പൊതുവഴികളിലൂടെ നടക്കാനോ വാഹനങ്ങളിൽ സഞ്ചരിക്കാനോ അനുവാദമില്ലാത്ത കാലത്താണ് വിപ്ലവകരമായ വിമോചനപരമായ ഇത്തരം ആഹ്വാനങ്ങളും സമരങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ, സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ആശയങ്ങളുടെയും പരിസരത്തിൽ നിന്നുകൊണ്ടാണ് പ്രവാചകനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ചില ആളുകളെങ്കിലും ചിന്തിക്കും, എന്തിനാണ് വെള്ളിയാഴ്ച മിമ്പറിൽ കയറിക്കൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഒക്കെ ജീവിതം പറയുന്നത്? സഹോദരങ്ങളെ, നമ്മൾ പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ടതും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ആശയങ്ങളുടെയും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ്. അതിൽ നമുക്കൊരു സമീപനമുണ്ട്. ആ സമീപനം ഖുർആൻ വ്യക്തമാക്കിയതാണ്. നന്മയുടെയും പുണ്യത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ തിന്മയുടെ കാര്യത്തിൽ, കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ, ശത്രുതയുടെ കാര്യത്തിൽ, തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ ആരോടും സഹകരിക്കരുത്. അതാണ് ഖുർആന്റെ നിലപാടെന്ന് പറയുന്നത്.